പി.ജി സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യം പുറത്തുവന്നതിന് പിന്നാലെ പ്രതിഷേധവുമായി കോൺഗ്രസ്. ഇന്ന് 11:30 പി.ജി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. പി.ജി മർദ്ദനം പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമെന്ന് ഡി.സി.സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇത്തരം പോലീസ് മർദ്ദനങ്ങളെക്കുറിച്ച് സൂചനയുള്ള സ്റ്റേഷനുകളിൽ വിവരാവകാശ നിയമപ്രകാരം ദൃശ്യങ്ങൾ ആവശ്യപ്പെടുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു പോലീസ് നയത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും പോലീസ് സേനയുമാണ്. നടരാജ് പരശുറാം വീണ്ടും ചേരുന്നുണ്ട്. നടരാജ്, ഇത് പ്രതിപക്ഷം നമുക്കറിയാം, കുന്നംകുളത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത് നമ്മൾ കണ്ടതാണ്. പി.ജി സ്റ്റേഷനിലും സമാന സംഭവം ഉണ്ടാവുമ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പി.ജിയിലെ സംഭവം പുറത്തു വന്നിരിക്കുന്നത്. ഏതു തരത്തിലാണ് കോൺഗ്രസ് ഇതിൽ പ്രതിഷേധിക്കുന്നത്? കോൺഗ്രസ് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അവരുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഇത്തരത്തിൽ മർദ്ദിച്ച സംഭവത്തിൽ തന്നെ ഏറെ പ്രകോപിതരായിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ദിവസം അവർ പല സ്ഥലങ്ങളിലേക്ക് മാർച്ച് നടത്തി വലിയ പ്രതിഷേധം നടത്തുന്നത്. ഏതാണ്ട് ഈ പ്രതിഷേധം വിജയം കണ്ടതിന്റെ ഒരു സൂചന കൂടിയാണ് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് പുറത്തു വന്നതും. അതുകൊണ്ട് തന്നെ പി.ജിയിലും സമാനമായ സംഭവം ഉണ്ടായതുകൊണ്ട് ഇത് പിണറായി വിജയന്റെ ഒരു പോലീസ് നയമായി ഇത് മാറി എന്നുള്ളത് ഉയർത്തിക്കാട്ടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തലയൊക്കെ തന്നെ പറഞ്ഞ പോലെ പിണറായിയുടെ പോലീസ് നയം തന്നെ സാധാരണക്കാരന് നീതി നൽകാത്തതാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതുപോലെ തന്നെ അതേ സമാനമായ ആരോപണമാണ് ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ ഡി.സി.സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇത്തരം കളകളെ പോലീസ് സേനയിൽ നിന്നും എടുത്തു മാറ്റിയില്ലെങ്കിൽ അതിന് കോൺഗ്രസ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങേണ്ടി വരും എന്നും തൃശൂർ ഡി.സി.സി പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് എന്തായാലും കെ.സി. വേണുഗോപാൽ കോൺഗ്രസ് നേതാവ് വൈകിട്ട് തൃശൂർ ജില്ലയിൽ എത്തുന്നുണ്ട്. അദ്ദേഹം കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ പരിക്കേറ്റ സുജിത്തിനെയൊക്കെ തന്നെ ഇന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരം കസ്റ്റഡി മർദ്ദനങ്ങൾ കൂടുതൽ വിഷയമാക്കാനും ഇത്തരം മർദ്ദനങ്ങൾ സൂചനയുള്ള പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ശേഖരിക്കാനും കോൺഗ്രസിന് പദ്ധതിയുണ്ട്. നടരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.